Hemophilia. It is a disorder where the blood forgets how to clot. A tiny cut, now it's a massive problem, man. There is hemophilia A, B, and C. But the real drama started with Queen Victoria, who had 9 kids, 42 grandkids, and accidentally turned Europe into a genetic experiment. Her son, Prince Leopold, had hemophilia, while her daughters, Alice and Beatrice, spread the gene into the royal families of Russia, Germany, and Spain. Her great grandson, Alexei, was so sick the Russians trusted Rasputin, which is usually a terrible sign historically. Basically, one mutation turned Europe's royal family tree into a medically cursed DLC. ഇതാണ് എന്നിട്ട് ടോപ്പിക് ഹീമോഫീലിയ. പെട്ടെന്ന് വാ, അല്ലെ ബസ് ഇപ്പൊ പോകും. ഹീമോഫീലിയ പോലത്തെ കേസ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് കാണാൻ പറ്റുമായിരിക്കും അല്ലേ? നമ്മളിന്ന് പോസ്റ്റിങ്ങിന് പോലെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇന്ന് ഏതാ അസൈൻമെന്റ്? ഫിസിയോളജി. നമസ്കാരം. ഓർമ്മയൊക്കെ ഉണ്ടായി മുഖം ഉണ്ടായിരിക്കാൻ പറ്റൂലല്ലോ, ക്ലാസ്മേറ്റ് ആയി പോയില്ലേ. കയ്പം കുഴപ്പമില്ല. കയ്യിലിരിപ്പ് വെച്ച് ഞാൻ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത്. മോനെ നിന്റെ കയ്യിരിപ്പല്ല എന്റെ കയ്യിരിപ്പ്. നമുക്ക് ആ പേഷ്യൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഒരു കാര്യം ചെയ്യും, നമുക്ക് നാളെ തന്നെ സർജറിക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഷെഡ്യൂൾ ഇറ്റ് ഫോർ ടുമോറോ. ഹലോ, ഓക്കെ ഐ വിൽ കം. പെട്ടെന്ന് പോലെ എമർജൻസി ഉണ്ട്. ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ മോനെ? ഓക്കെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹീമോഫീലിക് ആയതുകൊണ്ട് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. 2-3 ദിവസം കൂടെ ഐസിയുയിൽ കണ്ടിന്യൂ ചെയ്യട്ടെ. ഫാക്ടർ റീപ്ലേസ്മെന്റ് തെറാപ്പി കണ്ടിന്യൂ ചെയ്തേ പറ്റും. അത് ഡോക്ടർ പ്രീനേറ്റൽ ചെക്കപ്പിന്റെ സമയത്ത് നമ്മുടെ ചെക്കപ്പ് എന്നാണ്? മറന്നോ? ഇന്നല്ലേ? ചെല്ലി വേഗം റെഡിയാവ്. ഓക്കെ, ഐ വിൽ റെഡി ആൻഡ് കം. ശ്രീഭദ്ര, ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് ഇരിക്കൂ. Is she fine, doctor? She is fine, no worries. പ്രിലിമിനറി എക്സാമിനേഷനിൽ ഓക്കെയാണ്. കുറച്ച് റുട്ടീൻ ടെസ്റ്റ്സ് റൺ ചെയ്യാനുണ്ട്. ബ്ലഡ് ടെസ്റ്റ്, കിഡ്നി ലിവർ ഫങ്ഷൻ ടെസ്റ്റ്സ്, പിന്നെ വൈഫിന്റെ ഇലക്ട്രോലൈറ്റ്സ്. ശ്രീഭദ്രയുടെ ഫാമിലിയിൽ അമ്മയ്ക്കും സഹോദരിമാർക്കാർക്കെങ്കിലും പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു? എനി ബ്ലീഡിങ്, അബോർഷൻ? ഇല്ല. ഓക്കെ. ശ്രീഭദ്രയുടെ ഫാമിലിയിലെ ആർക്കെങ്കിലും ഈ പാരമ്പര്യമായിട്ട് ഉള്ള ഒരു അസുഖങ്ങൾ എന്തെങ്കിലും? ഹീമോഫീലിയ, തലാസീമിയ, അങ്ങനെ എന്തെങ്കിലും? എന്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ഫൈൻ. നിങ്ങൾ തമ്മിലുള്ള മാരേജ്, നിങ്ങൾ കസിൻസോ മറ്റോ ആണോ? അല്ല. ബ്ലഡ് റിലേഷൻ ഒന്നും ഇല്ല? ഇല്ല. ശരി, ഓക്കെ. ഈ ടെസ്റ്റ് റിസൾട്ടും ഒക്കെ ആയിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. We will come after 2-3 days. Thank you, doctor. എന്റെ അറിവിൽ ആർക്കും ഉള്ളത് അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ അമ്മയുടെ ബ്രദറിന് ഈ സെയിം കണ്ടീഷൻ ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഞങ്ങളെ വിട്ട് നേരത്തെ പോയതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല.
എങ്കിലൊരു കാര്യം ചെയ്യ്, കുറച്ചു നേരോടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ, എന്നിട്ട് കയറി കണ്ടോളൂ. ഓക്കെ, അത് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? പേഷ്യന്റിന്റെ കൈയും കാലും ഫുള്ള് ബ്രൂസസ് ആണല്ലോ. KCT കൊടുത്താക്കുന്ന റിക്കൺ ബ്ലീഡിംഗ് ഉണ്ടെന്നാണ്. ചെറിയ ഇഞ്ചുറി വന്നാൽ പോലും ബ്ലഡ് ക്ലോട്ടാൻ ടൈം എടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഇതോ ഡോക്ടർ വന്നു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. കേസ് ഷീറ്റ് വായിച്ചില്ലേ? ഈ ഹീമോഫീലിയ എക്സാക്ട്ലി എന്താണ് മാം? ഹീമോഫീലിയ എന്ന് വെച്ചാല് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആയ ക്ലോട്ടിംഗ് ഫാക്ടർ 8, 9ന്റെ ആബ്സെൻസിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ടൈം കൂടുകയും പ്രൊലോങ് ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്യും. മാം ഈ പേഷ്യന്റ് നീ സ്വെല്ലിംഗ് ഉണ്ടല്ലോ മാം. ഈ ജോയിന്റ്സിലുള്ള പെയിൻ ആൻഡ് സ്വെല്ലിങ്സ് ഇതൊക്കെ ഇന്റേണൽ ബ്ലീഡിംഗ് കാരണമാണ്. ഇതിനെ ഹെമാർത്രോസിസ് എന്ന് പറയും. മാം, ഈ കേസൊക്കെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? കുറച്ച് ടെസ്റ്റ് ഒക്കെ റൺ ചെയ്യും. അതിൽ മെയിൻലി വരുന്നത് APGT, പ്രോത്രോംബിൻ, ക്ലോട്ടിംഗ് ടൈം, ബ്ലഡ് കൗണ്ട് ഒക്കെ ആയിരിക്കും. APGT പ്രൊലോങ്ഡ് ആയിരിക്കും, ബാക്കിയൊക്കെ നോർമൽ റേഞ്ച് ആയിരിക്കും. ഈ ബ്ലീഡിംഗ് ടൈം നോർമൽ ആവോ മാം? ബ്ലീഡിംഗ് ടൈം നോർമൽ ആയിരിക്കും, കാരണം പ്ലേറ്റ്ലെറ്റ് നമ്പറും പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷനും നോർമൽ ആയിരിക്കും. കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് മാത്രമാണ് എഫക്റ്റഡ് ആവുന്നത്. മാം ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് മാം? ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഫാക്ടർ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ്. അതിൽ ഹീമോഫീലിയ A ആണെങ്കിൽ ഫാക്ടർ 8ഉം ഹീമോഫീലിയ B ആണെങ്കിൽ ഫാക്ടർ 9ഉം യൂസ് ചെയ്യാം. അതിൽ ചില ഡ്രഗ്സും യൂസ് ചെയ്യും. മൈൽഡ് കേസ് ഓഫ് ഹീമോഫീലിയ. ഇയർലി ഡയഗ്നോസിസും അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ആ പേഷ്യന്റ് ലൈഫ് നമുക്ക് പ്രൊലോങ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടും ഒരു ബെറ്റർ ലൈഫ് ആ പേഷ്യന്റ് ലീഡ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈ ഹീമോഫീലിയ എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സത്യം, ഇതിന്റെ ഏർലി ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഹായ്, സുഖല്ലേ? വീട്ടിലെല്ലാവർക്കും എങ്ങനെയാ? സുഖ, ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ചോദിച്ച് കുറെ ടെസ്റ്റിനൊക്കെ പറഞ്ഞു. എല്ലാത്തിനും നല്ല ചെലവാകുന്നതാണ്. അപ്പോൾ ചെയ്യണോ ചെയ്യേണ്ടതുള്ള ഡൗട്ടിലാണ്. ഇനിയേറ്റ ചെക്കപ്പിന്റെ സമയത്ത് ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലിയിൽ ആർക്കെങ്കിലും ജനറ്റിക് ഡിസോർഡർ ഉണ്ടോന്ന്. ഞാൻ അപ്പം അതൊന്നും കാര്യമാക്കിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ മകന് ഹീമോഫീലിയ ഡയഗ്നോസ്ഡ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗത്തിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റും. നീ എന്തായാലും പ്രീനേറ്റൽ ചെക്കപ്പിന് പോകണം. നമുക്ക് പോയാലോ?